വെൽക്കം ടു തെന്നൽ സ്റ്റോറീസ്. ഇത് ഞങ്ങളാട്ടോ, നിങ്ങളുടെ ആതിരയും അശ്വതിയും. വൈകിട്ട് ആവണി വീട്ടിലേക്ക് എത്തി. പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നത് കൊണ്ട് വീട്ടിലെ ഒരുപാട് ജോലികൾ അവൾക്കുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അതെല്ലാം ചെയ്ത് പ്രസൻറ്റേഷൻ്റെ ബാക്കി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡേവിഡ് അവളെ വിളിച്ചത്. ഹലോ. ഹലോ ഇച്ചായ. എന്നാ ചെയ്യുക കൊച്ചേ? ഞാൻ പ്രസൻറ്റേഷൻ്റെ ബാക്കി ചെയ്യുകയായിരുന്നു. ആണോ? നീ കഴിച്ചോ? ഇല്ല ഇച്ചായ. സമയം ഒരുപാടായില്ലേ? പ്രസൻറ്റേഷൻ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ആവണി പറഞ്ഞു. എന്നാലേ നീ ചെയ്തത് അയച്ചതാ, ബാക്കി ഞാൻ ചെയ്തോളാം. ഇച്ചായ ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ ആണോന്ന് നോക്കിയേ, എന്നിട്ട് പോയി ഞാൻ ഫുഡ് കഴിക്കാം. അതെല്ലാം ഞാൻ നോക്കിക്കോളാനേ, എൻ്റെ കൊച്ചു പോയി കഴിക്കി. ആവണി വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഡേവിഡിനെ വിളിച്ചു. പിന്നെ രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് പ്രസൻറ്റേഷൻ തയ്യാറാക്കിയത്. കുറച്ചുകൂടി റെഡിയായി കഴിഞ്ഞതും അവർ അതവിടെ നിർത്തിവെച്ചു. കൊച്ചേ, ഉറക്കം വരുന്നുണ്ടോടാ? ഇല്ല ഇച്ചായ. എന്നാ ഇച്ചായ അങ്ങോട്ട് വരട്ടെ, നമുക്ക് ഇന്നലത്തെ പോലെ പുറത്തൊക്കെ പോയിട്ട് വന്നാലോ? എന്തു പറയുന്നു എൻ്റെ ഭാര്യ? ഇപ്പോഴോ? സമയം നോക്കി ചായ, 1 മണിയാവാറായി. അതിനെന്നാ? അതിനൊന്നുമില്ലേ? താല്പര്യമില്ലേ? വേണ്ട ഇച്ചായ, താല്പര്യമില്ല എന്നിട്ടല്ല, സമയമായില്ലേ, അതുകൊണ്ടാ. എന്നാൽ നമുക്ക് മറ്റൊരു ദിവസം പോവാം. ഇപ്പോൾ എൻ്റെ തുമ്പിപ്പെണ്ണ് പോയി ഉറങ്ങിക്കോ. ഞാൻ രാവിലെ അങ്ങോട്ട് വരാട്ടോ തന്നെ പിക്ക് ചെയ്യാൻ, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. ഓക്കെ ചായ, ഗുഡ് നൈറ്റ്. ഡേവിഡിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ആവണി ഫോണ് വെച്ചു. അവളുടെ ഉള്ളിൽ ഇതുവരെ തോന്നാത്ത പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം തോന്നി തുടങ്ങുകയായിരുന്നു ഈ ദിവസങ്ങളിൽ. അങ്ങനെ ഒരാഴ്ച പിന്നിട്ടു. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ആവണിക്കൊപ്പം അധികം നേരം സമയം ചെലവഴിക്കാനൊന്നും ഡേവിഡിന് കഴിഞ്ഞില്ല. എന്നാൽ അതിലൊന്നും അവൾക്ക് പരിഭവവും ഇല്ലായിരുന്നു. എന്നാലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഫോൺ കോൾ പതിവാണ്. അവർ അതിലൂടെയാണ് സ്നേഹം പങ്കുവെക്കുന്നത്. ഡേവിഡ് ഇല്ലാത്ത ആവണിക്ക് ഇനി രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി. അവൻ്റെ ദേഷ്യവും സ്നേഹവും കുറുമ്പും എല്ലാം അവൾ ആസ്വദിച്ചു തുടങ്ങി. അവൻ്റെ ഒപ്പം ജീവിക്കാനായി അവൻ്റെ ഇഷ്ടങ്ങളെ അവളുടേതും കൂടിയാക്കി. ഡേവിഡിൻ്റെ പ്രണയം അത്രത്തോളം അവളെ അടിമപ്പെടുത്തിയിരുന്നു. അങ്ങനെ പ്രസൻറ്റേഷൻ എല്ലാവരുടെ മുമ്പിലും അവതരിപ്പിക്കേണ്ട ദിവസമെത്തി. ആവണി അതിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു ക്യാബിനിൽ. അങ്ങനെ അവൾ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അവിടേക്ക് ഡേവിഡ് വന്നത്. എടോ, എന്തായി? സെറ്റായോ പ്രസൻറ്റേഷൻ? ഡേവിഡ് അവളോട് ചോദിച്ചു. അതിച്ചായ, ഗ്രൂപ്പ് പ്രസൻറ്റേഷൻ ഓക്കെയാണ്. പിന്നെ നമ്മൾ മാത്രം തയ്യാറാക്കുന്ന മറ്റേ പ്രസൻറ്റേഷനില്ലേ, അത് ഞാൻ ഇന്നലെ തന്നെ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ആവണി ഡേവിഡിനോട് ചോദിച്ചു. കണ്ടു. അത് ഏകദേശം ഓക്കെ ആണോടോ? അല്ല, ഇന്നലെ ഞാൻ വരാത്തതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല ചായ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞ് അവളെ നിർത്തി. എന്താടോ പിന്നെ എന്ന് പറഞ്ഞ് നിർത്തിയത്? കാര്യം പറ. അത് എനിക്ക് ചായനെ ചെറുതായിട്ടൊന്ന് മിസ് ചെയ്തു. അവൾ പറഞ്ഞതും ഡേവിഡ് അവളുടെ അടുത്തേക്ക് വന്ന് അവൾ ഇരിക്കുന്ന ചെയറിൻ്റെ പിന്നിലായി നിന്നു. എന്നിട്ട് അവളുടെ കഴുത്തിൻ്റെ പിന്നിലായി വന്ന് കാതോട് ചേർന്ന് നിന്ന് അവളോട് ചോദിച്ചു. ചെറുതായിട്ട് മിസ് ചെയ്തോളൂ എൻ്റെ ഭാര്യയ്ക്ക്, വലുതായിട്ട് ചെയ്തില്ലേ? അവൻ അങ്ങനെ അവിടെ വന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവൻ്റെ നിശ്വാസം അവളുടെ നഗ്നമായ തോളിൽ തട്ടുന്നുണ്ടായിരുന്നു. കീബോർഡിലെ വിരലുകൾക്ക് ചലിക്കാനായില്ല. അവൾ അവളുടെ തന്നെ ചുണ്ടൊന്ന് കടിച്ചു. എന്താടോ മറുപടി പറയാൻ താമസം? പറ. അത് നല്ലോണം മിസ് ചെയ്തു. ആണോ? അവൻ ഒന്നും കൂടി ചിരിയോടെ ചോദിച്ചു. ഒരു മൂളൽ മാത്രമായിരുന്നു അവളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവൻ അവളിരിക്കുന്ന ചെയർ അവൻ്റെ നേർക്ക് തിരിച്ചു. എന്നിട്ട് അവളുടെ മടിയിലിരിക്കുന്ന ലാപ്ടോപ്പ് വാങ്ങി മേശയിലേക്ക് വെച്ചു. അവൾ ഡേവിഡ് എന്താ ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് സമയത്തെക്കുറിച്ച് ബോധം വന്നത് അപ്പോഴാണ്. എന്താ ചായ കാണിക്കുന്നേ? പ്രസൻറ്റേഷന് സമയമായി, അവൾ പറഞ്ഞു.
ഒന്ന് അടങ്ങി നിൽക്കു ഭാര്യയെ, ഒരു ദിവസം കാണാത്തതിൻ്റെ കടം നമുക്ക് തീർക്കണ്ടേ? അവൻ ചോദിച്ചതും ആ കടം എങ്ങനെയാ തീർക്കുക എന്ന് അവൾക്കറിയായിരുന്നു. അവൾ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഡേവിഡിനോട് പറഞ്ഞു, അതെ, ഈ പ്രസൻറ്റേഷൻ സക്സസ് ആക്കിയിട്ട് പലിശയും മുതലും ചേർത്തിട്ട് എനിക്ക് തന്നാൽ മതി. ഇപ്പോൾ ഞാനൊന്ന് പോട്ടെ ചായ? ആവണി അവൻ്റെ മീശ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഡേവിഡ് അതിന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. അങ്ങനെ ആവണി ലാപ്ടോപ്പും പിന്നെ 2-3 ഫയൽസും എടുത്ത് കോൺഫറൻസ് ഹാളിലേക്ക് എത്തി. അവിടെ അഞ്ജുവും ദീപക്കും പിന്നെ ആ പ്രിയയുടെ 2 ഫ്രണ്ട്സും അടക്കം 5 പേരുണ്ടായിരുന്നു. അവരായിരുന്നു ആവണിയുടെ ടീം മെമ്പേഴ്സ്. ആവണി എത്തി പ്രസൻറ്റേഷന് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അതെല്ലാം സെറ്റ് ചെയ്ത് ഏകദേശം ആവുമ്പോഴേക്കായിരുന്നു ഡേവിഡ് വന്നത്. അവനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അവൻ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ആവണി പ്രസൻറ്റേഷൻ അവതരിപ്പിച്ചു. ആ 5 പേരുടെയും ഹാർഡ് വർക്കിൻ്റെ ഫലമായിരുന്നു ആ പ്രസൻറ്റേഷൻ. അതുകൊണ്ട് തന്നെ പ്രസൻറ്റേഷൻ വളരെ അട്രാക്റ്റീവും പെർഫെക്റ്റും ആയിരുന്നു. പ്രസൻറ്റേഷൻ അവതരിപ്പിച്ച് കഴിഞ്ഞതും എല്ലാവരോടായി ഡേവിഡ് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് നിങ്ങളുടെ പ്രസൻറ്റേഷൻ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാക്സിമം എഫർട്ട് എടുത്തിട്ടുണ്ടെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ പ്രൊജക്റ്റ് നമ്മുടെ കമ്പനിക്ക് കിട്ടുമോ? അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, ഉറപ്പാ സർ, നമുക്ക് തന്നെ കിട്ടും. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം ഈ പ്രസൻറ്റേഷന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന്. ടീം മെമ്പർ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, താൻ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. നമുക്ക് നോക്കാം. എന്തായാലും നാളെ ഈ പ്രസൻറ്റേഷൻ തന്നെ ഞാൻ നമ്മുടെ കമ്പനിയെ പ്രതിനിധീകരിച്ചിട്ട് അവതരിപ്പിക്കും. എന്തായാലും നമുക്ക് നോക്കാട്ടോ എന്ന് പറഞ്ഞു ഡേവിഡ് പോകാൻ നിന്നു. അപ്പോൾ അവൻ ആവണിയെ കണ്ടുകൊണ്ട് അവൻ്റെ പുറകിൽ വരാൻ വേണ്ടി ആംഗ്യം കാണിച്ചു. അത് കേട്ടപ്പോൾ ആവണി ഡേവിഡിൻ്റെ പുറകിൽ പോയി. എന്നാൽ പ്രസൻറ്റേഷൻ അടങ്ങിയ ലാപ്ടോപ്പ് അവിടെ തന്നെ വെച്ചിട്ടായിരുന്നു അവൾ പോയത്. അവിടെ നിന്ന് അഞ്ജുവും ദീപക്കും അവരുടെ പുറകെ തന്നെ പോയി. എന്നാൽ പ്രിയയുടെ 2 സുഹൃത്തുക്കളായ ശില്പ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പ്രസൻറ്റേഷൻ്റെ ചില ഭാഗങ്ങൾ അവളുടെ ഫോണിലേക്ക് പകർത്തി. എന്നിട്ട് വേഗം അവൾ ആ ഫോട്ടോസ് ആർക്കോ അയച്ചു കൊടുത്തു. അങ്ങനെ പിറ്റേന്ന് ഡേവിഡ് മീറ്റിങ്ങിനായി ചെന്നൈയിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് അവൻ അവൻ്റെ ഭാര്യയെ കണ്ടിട്ടാണ് പോയത്, അതായത് നമ്മുടെ ആവണിയെ. ഡേവിഡ് ചെന്നൈയിലേക്ക് പോയപ്പോൾ എന്തോ ആവണിയുടെ മനസ്സ് വല്ലാതെ പിടിക്കാൻ തുടങ്ങി. അവൾക്ക് എന്തൊക്കെയോ നഷ്ടമാവുന്ന ഒരു ഫീലായിരുന്നു. ചിലപ്പോൾ ഇത്രകാലം കൂടിയിരുന്ന് തനിക്ക് സ്നേഹം വാരിക്കോരി തന്ന ഡേവിഡ് കുറച്ച് ദൂരേക്ക് പോയി എന്ന ചിന്ത കൊണ്ടായിരിക്കാം അവൾക്ക് അങ്ങനെ തോന്നിയെന്ന് അവൾ വിചാരിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഇന്നാണ് ഡേവിഡ് നാട്ടിലേക്ക് എത്തുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ആവണി അവനിഷ്ടമുള്ള വെള്ള ചുരിദാർ എടുത്തിട്ടു. അവനൊരിക്കൽ അവളോട് പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ വെച്ച് ആ വെള്ള ചുരിദാറിൽ അവളെ കണ്ടപ്പോൾ അവളിൽ നിന്ന് അവനെ കണ്ണെടുക്കാനേ തോന്നിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൾ ആ ചുരിദാർ ഇട്ട് മുടി മുഴുവനായി അഴിച്ചിട്ട് നല്ല കുഞ്ഞ് സ്റ്റോൺ പൊട്ടും വെച്ച് സുന്ദരിക്കുട്ടിയായിട്ടാണ് ഓഫീസിലേക്ക് പോയത്. പക്ഷെ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല, ഇനി അവളെ ജീവിതത്തിൽ കൂടുതൽ ഒറ്റപ്പെട്ടു പോകാൻ തുടങ്ങുന്ന നിമിഷമാണതെന്ന്. ബാക്കി എന്തത് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. ഗായ്സ്, ഞാൻ എൻ്റെ എഡിറ്റിംഗ് ആപ്പ് ചതിച്ചു, അതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോസ് ഇടാണ്ടിരുന്നത്. എന്തായാലും നാളെ ഇതിൻ്റെ നെക്സ്റ്റ് പാട്ട് വരുന്നതായിരിക്കും. പിന്നെ പ്രണയാഗ്നിൻ്റെയും വരുന്നതായിരിക്കും കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.